രക്ഷകനും വിമോചകനുമായി ക്രൈസ്തവർ വിശ്വസിച്ച് പിൻചെല്ലാൻ ശ്രമിക്കുന്ന ഈശോ മിശിഹായെക്കുറിച്ച് അസാധാരണമായ ബോധ്യങ്ങൾ ആർജിച്ചിട്ടുള്ള നേതാവാണ് പുതിയ മുഖ്യമന്ത്രി വടശ്ശേരിക്കര ദാമോദര മേനോൻ സതീശൻ എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹം കൊണ്ടുവന്ന വിസ്മയകരമായ വ്യത്യസ്തതയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ 32 പ്രസംഗങ്ങളുടെ ആദം നീ എവിടെയാകുന്ന പുസ്തക രൂപം നൽകുന്ന കൃത്യമായ തിരിച്ചറിവാണത്. എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെയും സമ്മേളനങ്ങൾ നടത്തിയ പ്രസംഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ പുസ്തകം ഒരു എക്യുമെനിക്കൽ സൃഷ്ടി കൂടി ആകുന്നു. എന്താണ് പരിശുദ്ധ ബൈബിളിലെ ദൈവരാജ്യം? ഓരോരുത്തരുടെയും ജീവിത നിയോഗങ്ങൾ, പൊതുപ്രവർത്തനം, അധികാരം, സുവിശേഷ പ്രസംഗം, മതസ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ ഉയരുന്ന വെല്ലുവിളികൾ, വ്യക്തിജീവിതത്തിൽ ബൈബിൾ വായന ഉണ്ടാക്കുന്ന സ്വാധീനം, പ്രാർത്ഥനയുടെ ആവശ്യം, ശക്തി, മലബാർ കുടിയേറ്റത്തിൽ തെളിഞ്ഞ പ്രകാശനാളങ്ങൾ, തിരുവിതാംകൂർ ചരിത്രത്തിലെ കറുത്ത ഏടുകൾ, വെറുപ്പിന്റെ സിദ്ധാന്തങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത തുടങ്ങി സമൂഹത്തിലെ നിരവധിയായ വെല്ലുവിളികൾക്കും സമസ്യകൾക്കും തനിക്ക് ലഭിച്ച ഉത്തരങ്ങളാണ് ഈ പുസ്തകത്തിൽ എന്നുള്ളത് കൊണ്ട് ഇത് പൊതുസമൂഹത്തെ ആകെ പ്രകാശിപ്പിക്കുന്ന ഒരു നാളമായി മാറുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ജിജ്ഞാസുകൾക്കെല്ലാം കിട്ടാം. എന്നാൽ അവരിൽ അപൂർവം പേർക്കാണ് ക്രൈസ്തവ ബോധ്യങ്ങൾ ലഭിക്കുക. ഈ അപൂർവം ചിലരിൽ സതീശനുമുണ്ടെന്ന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാക്കപ്പെടുന്നു. ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ബോധ്യങ്ങൾ. പ്രാർത്ഥനയോടെ ദൈവത്തെ വിളിക്കുന്നവർക്കാണ് ഈ കൃപ ലഭിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കൈവരുന്ന ബോധ്യങ്ങളെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യസന്ധനായ AJ ജോൺ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മലയാളക്കരയിൽ മുഖ്യമന്ത്രി പദവി വഹിച്ചിട്ടുള്ള ഒന്നിലധികം ക്രൈസ്തവരുണ്ട്. ഇവരിൽ ആർക്കെങ്കിലും യേശുവിനെ കുറിച്ച് ഇത്തരത്തിൽ പങ്കുവെക്കാനാവും എന്നതിന് തെളിവുകളില്ല. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ വിശ്വാസിയെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആമുഖത്തിൽ സതീശൻ പറയുന്നു, എല്ലാ ദിവസവും ബൈബിളിലെ ഒരു അധ്യായം വായിക്കുന്നത് പതിവാക്കിയവനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ വളർത്തുപിതാവായിരുന്ന G കാർത്തികേയനും ഉണ്ടായിരുന്നു ഈ ശീലം. അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയതാവുമോ ഈ ശീലമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ദർശനങ്ങൾ, ചിന്തകൾ, ലോകക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ പോലെ കഴിഞ്ഞ 2000 വർഷമായി ലോകത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയോ ആശയമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാനും അത്രേ വന്നത്. ഈ വാക്കുകൾക്ക് പ്രസക്തിയേറുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് സതീശൻ പറയുന്നു. ജീവിതത്തിൽ വീഴാതെ, പിന്തിരിഞ്ഞോടാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് യേശുക്രിസ്തു എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ പ്രത്യാശയുള്ളവരാവുക, കാരണം നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാണ് എന്ന സത്യമാണ് എന്നെ നയിക്കുന്നത്, സതീശൻ തുറന്നു പറയുന്നു. സഭയ്ക്കുള്ളിലേക്കാൾ ക്രിസ്ത്യാനികൾ സഭയ്ക്ക് വെളിയിലുണ്ടെന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാഴ്ചപ്പാടിന് അടിവരയിടുന്ന ബോധ്യങ്ങളാണ് സതീശന്റെ ഈ പുസ്തകം വായനക്കാരനുമായി പങ്കുവെക്കുന്നത്. യേശു പ്രസംഗിക്കാൻ എളുപ്പം, അനുകരിക്കാൻ ഏറെ ക്ലേശമുള്ള സന്ദേശമാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികൾ എപ്പോഴും ഈ വാക്കുകൾ സാക്ഷ്യവൽക്കരിക്കുന്നവ ആകണമെന്നില്ല. എങ്കിലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ ബോധ്യങ്ങളുടെ സാക്ഷാത്കാരമാണ് എന്ന ചിന്ത ഏറെ പ്രതീക്ഷ പകരുന്നതാണ്. ഈ വരികളിലൂടെ നേരിട്ടും അല്ലാതെയും അദ്ദേഹം സഭകളോടും സഭാ ശുശ്രൂഷകരോടും നടത്തുന്ന ആഹ്വാനങ്ങൾക്ക് പ്രവാചക മാനമുണ്ട്. യേശുവിനെ പ്രഘോഷിക്കേണ്ട, ജീവിക്കേണ്ട സഭകൾക്കുള്ള വെല്ലുവിളിയാണിത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥം? ശുശ്രൂഷ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ എന്തു പ്രയോജനം? അലക്സാണ്ടർ മാർത്തോമയുടെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. അത്യന്തം തീഷ്ണതയോടെ സഭാ സുവിശേഷം പ്രഘോഷിക്കണം. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കണം. അധികാരം മറ്റുള്ളവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല, മറിച്ച് എളിയവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാനാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും എന്ന ക്രിസ്തുവചനം ഏറ്റെടുക്കാൻ കഴിയുമ്പോഴാണ് സഭയും ജനങ്ങളും വിജയിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പണം കൂട്ടിവെച്ച് കരുണ ചെയ്യാനല്ല ക്രിസ്തു പറഞ്ഞത്. നിന്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഇരിക്കുമ്പോൾ പോലും നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തുവിന്റെ മാർഗം ഒരിക്കൽ പോലും സുഭിക്ഷതയുടെയോ സുഖലോപതയുടെയോ മാർഗമായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ വൈദികരും ബിഷപ്പുമാരും കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പതിവുണ്ടായിരുന്നു. ക്രൈസ്തവ മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതിൽ ഈ അടുപ്പം വലിയ സഹായമായിരുന്നു. അതിന്റെ അഭാവം ഇന്ന് പ്രകടമാണ്. ഇത് എല്ലാ സഭകൾക്കും മുന്നിൽ അദ്ദേഹം കൊളുത്തുന്ന ആത്മശോധനയുടെ ചിരാതുകളാണ്. സതീശിനെ പറവൂരെ തോൽപ്പിക്കുവാൻ എല്ലാ കോൺഗ്രസ് ഇതര കക്ഷികളും ഒന്നിക്കണമെന്ന് നാട്ടിലാകെ വർഗീയ വിഷം ചീറ്റുന്ന കേരളത്തിലെമ്പാടും ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണെന്ന് പരിതപിച്ച് സ്വയം നീറുന്ന ഇരുട്ടിന്റെ ഒരു സന്തതി വിലപിച്ചതിന്റെ കാരണം ഈ ബോധ്യങ്ങളാവണം. ആ ആഹ്വാനം ആരും ചെവിക്കൊള്ളാതെ പോയതിനു പിന്നിലും ഈ ബോധ്യങ്ങൾ പകരുന്ന ശക്തിയാവണം. അധികാരം മറ്റുള്ളവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല, മറിച്ച് എളിയവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാനാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു എപ്പോഴും പറഞ്ഞിട്ടുള്ളത്.
ആ ചുമതല ഇടതടവില്ലാതെ നിറവേറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 2024 സെപ്റ്റംബർ 8 ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ 75ാം ജന്മദിന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സതീശൻ അഭ്യർത്ഥിച്ചു. സഭകളുടെയും കൂട്ടായ്മകളുടെയും 50ലധികം വേദികളിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞ വർഷം അവസരം ലഭിച്ചു. ഒരു പൊതുപ്രവർത്തനം ലഭിക്കുന്ന അസുലഭമായ അംഗീകാരമാണിത്. കർത്താവായ യേശുവിന്റെ കൃപ മാത്രമാണ് ഇതിന് കാരണമായത്. ദൈവസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊപ്പം അല്പനേരം പങ്കിടാൻ അവസരം തന്ന ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിന് ഒപ്പം IPCCയുടെ നേതൃത്വത്തോട് കടപ്പാടും അറിയിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിൽ ലഭിക്കുന്ന അവസരത്തെ യേശുവിന്റെ കൃപയെ ചിത്രീകരിക്കുന്ന സതീശന്റെ മനസ്സ് ഇല്ലാത്ത എത്രയോ ശുശ്രൂഷകരുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. സതീശൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത്യന്തം തീക്ഷ്ണതയോടെ സഭാ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് തയ്യാറാകണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ക്രൈസ്തവ ദർശനത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. 2024 ഫെബ്രുവരി 26 മലബാർ ഭദ്രാസനത്തിലെ 70ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സഭകളെ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിനെ നോക്കുക എന്നാൽ അവന്റെ വാക്കുകളെ അനുസരിക്കുക. അവൻ നമുക്ക് കാണിച്ചു തരുന്ന പ്രവൃത്തികളെ അനുകരിക്കുക. ഒപ്പം അതിന് അനുയോജ്യമായ വിധം ജീവിതം നയിക്കുക എന്നാണ് അർത്ഥം. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ക്രിസ്തുവിലേക്കുള്ള നോട്ടം പൊതുജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും സമ്പന്നമാക്കുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് അത് ഉന്മേഷത്തിന്റെ വീണ്ടെടുപ്പാണ്. ഞാനെന്ന മനുഷ്യനെ ഓരോ നിമിഷവും മൂശയിലെന്ന വണ്ണം ശുദ്ധീകരിക്കുന്ന അവസ്ഥയും അനുഭൂതിയുമാണ് ഞാൻ അനുഭവിക്കുന്നത്. ക്രിസ്തുവിനെ നോക്കൂ എന്നാൽ എന്താണ് നാം അർത്ഥമാക്കുന്നത്? യേശു തന്റെ ശിഷ്യന്മാരോടും ലോകത്തോടും മനുഷ്യരാശിയോടും പങ്കുവച്ച വചനങ്ങളും അടയാളങ്ങളും നോക്കിക്കാണാനും അത് അനുസരിക്കാനുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന ജീവിതവും ക്രിസ്തുവിനെ നോക്കുന്നതും ഒന്നാണ്. യേശുവിനെ നോക്കുമ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്നും തിന്മകളിൽ നിന്നും ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും മോചിതരാവാനും പ്രാപ്തരാകുന്നു. നിങ്ങളുടെ നോട്ടം ദൈവത്തിലേക്ക് മാത്രമാവുമ്പോൾ പീഡനങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെടും. ദൈവഹിതം നടപ്പാക്കാനുള്ള ദൗത്യമാണ് ഓരോ മനുഷ്യനും ഉള്ളത്. അവനവന്റെ മേഖലകളിൽ ജീവിത വഴികളിൽ ദൈവഹിതം നടപ്പാക്കാനുള്ള ചുമതലയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തനം എന്ന നിലയിൽ എന്നാലാവും വിധം ദൈവഹിതം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് പരിമിതികളുള്ള സാധാരണ മനുഷ്യനാണ് ഞാൻ. പക്ഷേ ദൈവം എനിക്ക് തന്ന അവസരങ്ങൾ മനുഷ്യമോചനത്തിനും അവരുടെ നന്മയ്ക്കും ഫലപ്രദമായി വിനിയോഗിക്കുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. 2024 സെപ്റ്റംബർ 8 ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ 75ാം ജന്മദിന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സതീശൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പണം കൂട്ടിവെച്ച് കരുണ ചെയ്യാനല്ല ക്രിസ്തു പറഞ്ഞത്. നിന്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഇരിക്കുമ്പോൾ പോലും നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. ആശയപരമായും ആത്മീയമായും വിശുദ്ധ വേദപുസ്തകം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഒരു നല്ല പൊതുജന സേവകനാകുവാൻ ക്രിസ്തുവിന്റെ മാർഗങ്ങളും പഠിപ്പിക്കലുകളും നിത്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതൊരു നേട്ടമായി കരുതുന്നു. പൊതുജന സേവന രംഗത്ത് ബലപ്പെടുത്തി നിർത്താൻ നിങ്ങളുടെ കരുതലും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുസ്തകം ആരംഭിക്കുന്ന നിന്റെ രാജ്യം വരണമേ എന്ന ലേഖനത്തിലെ ആദ്യ വാക്കുകളാണിത്. 2023 ജനുവരി 23 കുമ്പനാട് കൺവെൻഷൻ നടത്തിയ പ്രസംഗമാണിത്. പൊതുജന സേവന രംഗത്ത് ബലപ്പെടുത്തി നിർത്താൻ നിങ്ങളുടെ കരുതലും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്ന മുഖ്യമന്ത്രി ഒരു വിസ്മയമല്ലേ? അദ്ദേഹം ചോദിക്കുന്നത് ഭൗതികമായ സഹായങ്ങളല്ല, കരുതലും പ്രാർത്ഥനയുമാണെന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നില്ലേ? ഒരു സുവിശേഷ പ്രസംഗനോ മെത്രാനോ അല്ല ഈ അഭ്യർത്ഥനമാനം നടത്തുന്നത് എന്താണ് വിസ്മയം ഉണ്ടാക്കുന്നത്? രക്ഷിതാവും രക്ഷകനുമായ ദൈവത്തോടുള്ള മനുഷ്യന്റെ ആശയവിനിമയത്തിന്റെ അടയാളമായിട്ടാണ് പ്രാർത്ഥനയെ വിശുദ്ധ വേദപുസ്തകം വിലയിരുത്തുന്നത്. പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് എല്ലാ കാലത്തും ലോകത്തിന്റെ ശക്തി. അവരിലൂടെയാണ് ദൈവനിയോഗങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് സഭയും അതിലെ വിശ്വാസികളും പ്രാർത്ഥിക്കുന്ന ദൈവജനമാണെന്നതിൽ നിശ്ചയമായും സ്വർഗം സന്തോഷിക്കും. പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് ലോകത്തിന്റെ ശക്തി എന്ന് പറയാൻ തന്റെ ഇടമുള്ള വേറെ എത്ര രാഷ്ട്രീയ നേതാക്കൾ കാണും? ഭാരതത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ക്രൈസ്തവരെന്ന് ഭീതിയോടെ കരുതുന്നവർ ഏറെയുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പോലെ ചില ലക്ഷ്യങ്ങളുള്ളവരാണ് ക്രൈസ്തവരെന്ന വിഷപ്രചാരണം നടക്കുന്ന കാലത്ത് നിന്റെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ എന്താണ് പരിശുദ്ധ ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്നതിന് സതീശൻ കൊടുക്കുന്ന വ്യാഖ്യാനം വിഷപ്പാമ്പുകളുടെ വിഷപ്പല്ല് പറിക്കുന്നതാണ്. നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർ സംശയത്തോടെ അതിലേറെ കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് നിന്റെ രാജ്യം വരേണ്ടത് അഥവാ സ്ഥാപിക്കേണ്ടത്? ഇക്കാര്യത്തിൽ 3 പ്രധാന സംശയങ്ങളാണ് ശരാശരി മനുഷ്യൻ തേടുന്നത്. ഒരു കൂട്ടർ കരുതുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നിന്റെ രാജ്യം വരേണ്ടത് എന്നാണ്. അതല്ല, നമ്മുടെ സഭയിലാണ് വരേണ്ടതെന്ന് ചിലർ. അതുമല്ല, സ്വർഗത്തിലാണ് രാജ്യം വരുന്നതെന്ന് ചിലർ. എന്നാൽ ഇവിടെ ഒന്നുമല്ല എവിടെയാണ് നിന്റെ രാജ്യം വരുന്നതെന്ന് കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ലോകം മുഴുവനായിട്ട് നിന്റെ രാജ്യം വ്യാപിച്ചു കിടക്കുന്നതെന്നാണ് ക്രിസ്തു സംശയലേശമന്യേ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ അധർമ്മങ്ങളും കടുത്ത പാപങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ദൈവസ്നേഹത്തിന്റെ അധിഷ്ഠിതമായി വിശാലമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കണമെന്നാണ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ നിത്യവും ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യകുലത്തിന്റെ ഓരോ നിമിഷവും യേശുവിന്റെ നോട്ടത്തിലാണ് കഴിഞ്ഞു പോകുന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നിന്റെ രാജ്യം വരുന്നത്. അനേകം മക്കളുടെ വീണ്ടെടുപ്പിന്റെ വിടുതലുമായിട്ടാണ് ക്രിസ്തു നിന്റെ രാജ്യം വരണമെന്ന് ആവശ്യപ്പെടുന്നത്. മനുഷ്യൻ ദൈവരാജ്യം സൃഷ്ടിക്കണമെന്നല്ല കർത്താവ് ആവശ്യപ്പെട്ടത്, മറിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഓരോ മനുഷ്യനും കടന്നു വരണമെന്നാണ് യേശുക്രിസ്തു എന്നും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. സതീഷിന്റെ പല ലേഖനങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു ആഹ്വാനമാണ് പ്രാർത്ഥനയ്ക്കായുള്ള അഭ്യർത്ഥന. നമ്മുടെ രാജ്യം അത്യന്തം സംഘർഷപൂരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളായി നാം കെട്ടിപ്പടുത്ത സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും അന്തരീക്ഷം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച 2 വർഷക്കാലത്ത് വടക്കേ ഇന്ത്യയിലും വിവിധ ഭാഗങ്ങളിലും കർണാടകത്തിലുമായി 400-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും 100ഓളം സുവിശേഷകർ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി ദൈവമക്കളായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഉയർത്തിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിരന്തരമായ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണം. ദൈവിക കൂട്ടായ്മകൾ അസാധ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥിക്കുവാനുള്ള അവകാശം എന്ന പ്രസംഗത്തിൽ പറഞ്ഞു. വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലും ശിക്ഷാർഹമായ കുറ്റമായി കരുതി കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പാസ്റ്റർമാർ പോലീസിന് കൊടുത്ത മൊഴി ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് കുറ്റമാണെങ്കിൽ എന്തു ശിക്ഷയും അനുഭവിക്കാം. ദൈവസ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്ന അതാണ് പങ്കുവഹിക്കുന്നത്. ക്രിസ്തു നാമത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ കഠിനമായി പ്രാർത്ഥന ഉണ്ടാവണം. ക്രിസ്തുവിന്റെ മാർഗം പോരാട്ടങ്ങളുടെയും പീഡനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആണ്. ക്രിസ്തുവിന്റെ മാർഗം ഒരിക്കൽ പോലും സുഭിക്ഷതയുടെയോ സുഖലോപതയുടെയോ മാർഗമായിരുന്നില്ല. ഒരിക്കലും മതപീഡനം നടക്കാത്ത രാജ്യമായിരുന്നു തിരുവിതാംകൂർ. അവിടെ മതപീഡനം നടന്നു എന്ന് പറയുന്ന ദേവസഹായം പിള്ള സംഭവം അപമാനകരമെന്ന് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ നാമകരണ നാളുകളിൽ തിരുവിതാംകൂർ രാജകുടുംബം ഉയർത്തിയ ഒരു സങ്കടം ഇതായിരുന്നു. വേലുത്തമ്പി ദളവയുടെയും മറ്റു കാലത്ത് നടന്ന മതപീഡനങ്ങളെ കുറിച്ച് പറയുന്നവരെ വർഗീയവാദികൾ എന്ന് ചിത്രീകരിക്കാനാണ് എല്ലാവരും തന്നെ ശ്രമിച്ചത്. എന്നാൽ തിരുവിതാംകൂറിൽ ക്രൈസ്തവർ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ശ്രീധരമേനോനെ ഉദ്ധരിച്ച് സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു. തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ സ്ഥിതി ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലെ ജൂതന്മാർ അനുഭവിച്ച പീഡനങ്ങളുടെ താരതമ്യം ചെയ്യുന്ന ലേഖനങ്ങൾ അക്കാലത്ത് തിരുവിതാംകൂറിലെ ചില ക്രൈസ്തവ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. CPയുടെ ക്രൈസ്തവ വിരുദ്ധതയ്ക്കെല്ലാം കൊട്ടാരത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു. 2 പേരുടെയും നിലപാടുകൾ ഒന്നായിരുന്നുവെന്ന് ശ്രീധരമേനോൻ തുറന്നെഴുതി. അക്കാലത്ത് പള്ളി നിർമ്മിക്കുന്നതിന് ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമായിരുന്നു. വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിനുള്ള അപേക്ഷ വെച്ച് താമസിപ്പിച്ചു. പ്രൈമറി സ്കൂളുകൾ ദേശസാൽക്കരിക്കുവാൻ നോക്കി. അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്തയെ അറസ്റ്റ് ചെയ്യാൻ CP ഉത്തരവിട്ടു. ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥം? ശുശ്രൂഷ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ എന്തു പ്രയോജനം? അലക്സാണ്ടർ മാർത്തോമയുടെ വാക്കുകൾ അദ്ദേഹം യുവാക്കൾക്കായി ഉദ്ധരിച്ചു. ക്രിസ്തു എനിക്ക് ആരാണ്, നിങ്ങൾക്കാരാണ്? വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന ഗാനം രചിച്ച ജോസഫ് എം സ്ക്രീവലിന്റെ കഥ വിവരിച്ചുകൊണ്ട് സതീശൻ പറയുന്നു. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ജീസസ് എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ നമ്മൾ മുടിയനായ പുത്രനെ പോലെ നഷ്ടപ്പെട്ട ലോകവും സ്വർഗവും തിരിച്ചു പിടിക്കുന്നവരാകും. ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരങ്ങൾ അസാധ്യമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ക്രിസ്തുവിന്റെ ഇടപെടലിനായി ദീർഘമായി പ്രാർത്ഥിക്കുക. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ക്രിസ്തുവചനം ഏറ്റെടുക്കാൻ കഴിയുമ്പോഴാണ് സഭയും ജനങ്ങളും വിജയിക്കുന്നത്. ക്രിസ്തുവിൽ നിർമ്മലരാകുക എന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനസാമാന്യത്തെ ഭൗതികമായും ആത്മീയമായും മുന്നോട്ട് നയിക്കുന്ന നേതൃത്വത്തിന് ഒരേ സമയം ഇടയന്റെയും സൈനികന്റെയും റോൾ വഹിക്കാനുണ്ട്. സഭയും ക്രിസ്തുവും ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ തന്റെ ആലയ്ക്ക് പുറത്തു നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്താനും അവരെ കരുതാനും കഴിയുന്നതിന്റെ ആത്മധൈര്യമെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയവർ തളരാൻ നിന്ന അവരുടെ അദമ്യമായ ദൈവവിശ്വാസം കൊണ്ടാണ്. സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലാത്ത ഇടത്തു നിന്നാണവർ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത്. കുടുംബത്തിലേക്ക് മടങ്ങുക എന്ന ലേഖനത്തിൽ പറയുന്നു. 2024 ഫെബ്രുവരി 26 മലബാർ ഭദ്രാസനത്തിലെ 70ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം ക്രൈസ്തവ ജീവിതം എന്നാൽ സമർപ്പണത്തിന്റെ മാർഗമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. മലബാറിലെ ക്രൈസ്തവ സഭകളുടെ വളർച്ച മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുമുള്ള ക്രിസ്തുവിന്റെ വചനങ്ങളാണ് ഓർത്തഡോക്സ് സഭ ഇത്രയും കാലം നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറുപ്പിന്റെ സിദ്ധാന്തങ്ങൾക്ക്
സ്വീകാര്യത ലഭിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. വെറുപ്പിന്റെ പ്രവാചകർക്കെതിരെ സ്നേഹത്തിന്റെ കാഹളമൂതിയ ക്രിസ്തുവിനെ പിന്തുടരുന്നവർക്ക് നിന്ദയും പരിഹാസവും പീഡനവും ഏൽക്കേണ്ടി വരും. ജനസംഖ്യയിൽ ദുർബലരും ദൈവവിശ്വാസത്തിൽ ശക്തരുമായ ക്രിസ്ത്യാനികൾ അതികഠിനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്ത് പ്രതിദിനം 3 ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം നേരിടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൈദികരും ബിഷപ്പുമാരും കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പതിവുണ്ടായിരുന്നു. ക്രൈസ്തവ മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതിൽ ഈ അടുപ്പം വലിയ സഹായമായിരുന്നു. അതിന്റെ അഭാവം ഇന്ന് പ്രകടമാണ്. മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന മക്കൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ ധാരാളമായി കാണുന്നു. ഇത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. റെയ്മണ്ട് സ്ഥാപകൻ വിജയ് പത് സംഗനിയ കുടിയിറക്കപ്പെട്ട വൃദ്ധ പിതാവാണ്. 2 മക്കൾ. മൂത്ത മകൻ മധുപത് പിതാവുമായി പിണങ്ങി സിംഗപ്പൂരിന് പോയി. മധുവിനോടുള്ള പിണക്കം മൂലം മുഴുവൻ വസ്തുവും ഇളയവൻ ഗൗതമിന് കൊടുത്തു. ഗൗതം അടിച്ചിറക്കി. ആർത്തിയാണ് എന്റെ കുടുംബത്തെ നശിപ്പിച്ചത്, നമ്മുടെ മൂല്യങ്ങൾ തകർത്തു. ഇത്തരം വിധി ഒരു മാതാപിതാക്കൾക്കും സംഭവിക്കാതിരിക്കട്ടെ. വിജയ് പത് സംഗനിയ ആത്മകഥയിൽ എഴുതി. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത ഉറപ്പാക്കാൻ സഭകൾ മുന്നിട്ടിറങ്ങണം. നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവ് ഉണ്ടാകണം. ആ നനവ് വറ്റിപ്പോയാൽ പുരോഹിതനാകാനോ ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെടും. മിക്കപ്പോഴും ആ യോഗ്യത ഇല്ലാതാവുകയാണ്. ആ നനവ് വറ്റിപ്പോയാൽ നമുക്ക് ചുറ്റുപാടുമുള്ള സങ്കടങ്ങളെ കാണാൻ കഴിയാതെ പോകും. ആ സങ്കടങ്ങളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തലോടൽ കൊണ്ടോ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2022 ഡിസംബർ 1 നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പൊതുപ്രവർത്തകന്റെ ഉള്ളിലെ ആർദ്രത ഒരിക്കലും വറ്റാതിരിക്കട്ടെ. ഏറെ പരിമിതികൾ ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഈ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് എല്ലാ കാലത്തും ലോകത്തിന്റെ ശക്തി. അവരിലൂടെയാണ് ദൈവനിയോഗങ്ങൾ ഭൂമിയിൽ നടപ്പാവുന്നത്, അദ്ദേഹം പറയുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയമുണ്ടാക്കിയ സപ്താവസ്ഥയിൽ നിന്നും ഇഡി CPM-നെ ഉണർത്തി. മെയ് 27 കരിമണൽ അഴിമതി കേസിൽ പ്രതിയായ പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട 12 നടത്തിയ മിന്നൽ റെയ്ഡ് CPM-ന് ഒത്തുകൂടാനും കലാപം നടത്തി നാടിനെ ബുദ്ധിമുട്ടിച്ച് തങ്ങൾ ശക്തിയാണെന്ന് കാണിക്കാനും അവസരമായി. ഇഡിയുടെ വാഹനം ഇടിച്ചു തകർത്ത ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ച അക്രമികളെ പിടികൂടാൻ പോലീസ് CPM പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് കെഞ്ചുന്ന കാഴ്ച ദയനീയമായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അപമാനമായി. അവസാനം അവർ വിട്ടുകൊടുത്തവരെ അറസ്റ്റ് ചെയ്ത് സ്ഥലം വിട്ടു. മടിയിൽ കനമില്ലാത്തവർ ഭയപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ച പിണറായി ഒന്ന് ഞെട്ടി. ഇനിയും വരാം ഇത്തരം നീക്കങ്ങൾ. വീണ തായ്ക്കണ്ടിക്കെതിരായ കേസിൽ അച്ഛൻ എങ്ങനെ പ്രതിയാകുമെന്നെല്ലാം ചോദിച്ച സാധാരണക്കാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ CPM നോക്കുന്നുണ്ട്. ഒരു ജോലിയും ചെയ്യാതെ വീണയ്ക്ക് കൊടുത്ത പണം പിണറായിക്ക് കിട്ടിയതാണ് എന്തായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഏതായാലും പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ഇഡി രേഖകൾ പിടിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ജയിലിൽ കിടന്നത് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം അന്വേഷിച്ചാണ്. ഇവിടെയും കോൺഗ്രസ് ആണ് ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ വരെ പിണറായിയുടെ കേസുകൾ അന്വേഷിക്കാതെ വെച്ചവർ ഇന്ന് കേസ് അന്വേഷിച്ചും പിണറായിയെ സഹായിക്കുന്നു. ഏതായാലും 8 സഖാക്കൾ ജയിലിലായി. കേസ് തുടരും. പൊതുമുതൽ നശിപ്പിച്ചതിന് പണം കെട്ടിവെക്കേണ്ടി വരും. അതെല്ലാം പാർട്ടി ചെയ്യും. ആരെയും അറിയിക്കാതെയാണ് ഇഡി വന്നത്. ഇഡി വരവ് ഇനി തുടരും. കരിമണൽ കേസിൽ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അവരുടെ റഡാറിലുണ്ട്. ആരെയും അറിയിക്കാതെ ഇനിയും അവർ വരും. പണ്ട് കുഞ്ഞാലിക്കുട്ടി സഹകരണ ബാങ്കിലൂടെ പണം വെളുപ്പിച്ചു എന്ന KT ജലീലിന്റെ പരാതി അവരുടെ കയ്യിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് സതീശിനെ കൊണ്ട് പലതും ചെയ്യിക്കാം. വ്യവസായം, IT, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, ഫിഷറീസ്, ന്യൂനപക്ഷ ക്ഷേമമടക്കം ലീഗ് വേണ്ടതെല്ലാം നേടി. മുൻപും ശരിയാക്കി. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്നു എന്നല്ലേ ചൊല്ല്. ലീഗിനെ BJP കൊടുക്കും. വരാനിരിക്കുന്നത് സംഘർഷഭരിതമായ ദിനങ്ങളാവും. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.